നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, വിവിധ എക്സിറ്റ് പോളുകൾ ഇന്നലെ വന്നു. എല്ലാ മുന്നണികൾക്കും സന്തോഷിക്കാൻ വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. BJPക്കും കോൺഗ്രസിനും ഒക്കെ സന്തോഷിക്കാൻ വകയുള്ള ഒരു എക്സിറ്റ് പോളാണ്. ഇടതുപക്ഷത്തിന് അല്പം ആശ്വസിക്കാനും അല്പം വിഷമിക്കാനുമുള്ളൊരു എക്സിറ്റ് പോളും. യഥാർത്ഥത്തിൽ എക്സിറ്റ് പോളുകളെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുമോ? എക്സിറ്റ് പോളുകളെ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ എക്സിറ്റ് പോളുകൾ ഒരു ചൂണ്ടുപലകയാണ്. അതായത് ട്രെൻഡ് എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്, തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്നൊക്കെ പറയുന്നത് പോലെ ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് പോലെ ഒക്കെയാണ് ഈ എക്സിറ്റ് പോളുകൾ. പക്ഷേ ഒരു കാര്യം നമുക്ക് നമ്മളത് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രമുഖ 6 ഏജൻസികളാണ് ദേശീയ മാധ്യമങ്ങളുമായിട്ട് ചേർന്ന് ഈ എക്സിറ്റ് പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ മനോരമ സ്വന്തമായിട്ട് സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട്. മനോരമയുടെ സർവേ അവിടെ ഇരിക്കട്ടെ, പിന്നെ അച്ചായനെ എത്ര കണ്ട് വിശ്വസിക്കണം എന്നുള്ളത് ഒരു ചോദ്യം. അതെ അതെ. പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകളെല്ലാം ഏതാണ്ട് UDFന് മുൻതൂക്കം പറയും. നമ്മൾ ഭാരത് ലൈവിൽ ഒരു സെഫോളജിസ്റ്റ് വന്നൊരു ഇത് നടത്തിയിരുന്നത് നമ്മളാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായി ഈ എക്സിറ്റ് പോൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആദ്യമായി ഒരു ഫലപ്രവചനം നടത്തിയത് ഭാരത്. നമ്മുടെ നന്നായി ആൾക്കാർ കണ്ടു. ഏതാണ്ട് 3 ലക്ഷത്തിലേറെ പേര് കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വീഡിയോ. അതും ഇത് തന്നെയാണ്. ഏതാണ്ട് സമാനമായ UDF. പിന്നെ ശ്രീല പറഞ്ഞ സെഫോളജിസ്റ്റ് നമ്മുടെ തോട്ടക്കാട് അതിന്റെ ആ വീഡിയോ ഫേസ്ബുക്കിലും ഒക്കെ എഴുതിയിരുന്നു. അതെ, ആ ഫേസ്ബുക്ക് നമ്മളിട്ട വീഡിയോയ്ക്ക് താഴെ എല്ലാവരും അദ്ദേഹത്തെ അവിശ്വസിച്ചുകൊണ്ട് 4-ാം തീയതി വരെ ഇയാളെ എങ്ങും വിടരുത്, നിങ്ങളുടെ സ്റ്റുഡിയോയിൽ തന്നെ പിടിച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ മെസ്സേജുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ഏകദേശം അതേപോലെ തന്നെ. അതായത് അവനവന് ഇഷ്ടമില്ലാത്ത പറയുമ്പോൾ അവർ പറയുന്നത് കള്ളമാണെന്നും അല്ലെങ്കിൽ മോശമാണെന്നും വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളതാണ്. അല്ല, അത് ഈ പൊതുജനങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയാണ്. കാരണം ഒരു സിനിമയിൽ പറയുന്നതല്ലേ, ആൾക്കൂട്ടത്തേക്ക് ബുദ്ധിയില്ലേ, ബുദ്ധി കിടയാതെ തനിയെ താൻ ബുദ്ധി കിടക്കും എന്ന് പറയുന്ന പോലെ, ഒരു നടൻ പറയുന്ന പോലെ അതങ്ങനെയാണ്. ഈ വ്യക്തികൾ അവരുടെ അഭിപ്രായം പറയുകയാണ്. അപ്പൊ അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവര് വിശകലനം ചെയ്തിട്ടൊക്കെ പറയുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെയാണ്. എക്സിറ്റ് പോളുകളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണ്ട, എന്നാൽ തള്ളിക്കളയുകയും വേണ്ട. എക്സിറ്റ് പോളുകൾ ഒരു ചൂണ്ടുപലകയാണ്. കാരണം ഞാൻ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞത് UDFന് 75 മുതൽ 95 വരെ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിന്റെ കാര്യത്തിൽ വിശ്വസിക്കേണ്ട. എന്നാൽ UDFന് മുൻതൂക്കമുണ്ട്, മേൽക്കൈയുണ്ട് എന്ന കാര്യം നമുക്ക് മുഖവിലയ്ക്ക് തന്നെ എടുക്കാം. കാരണം എല്ലാ എക്സിറ്റ് പോളുകളും കൃത്യമായിട്ട് UDFന്റെ മേൽക്കൈ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും UDFന്റെ ഒരു അപ്പർ ഹാൻഡ് നമുക്ക് അംഗീകരിക്കാം. ഇനി ഒരു പക്ഷേ ഈ എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതും അറിയാൻ പറ്റില്ല. അത് നമുക്ക്, കാരണം ഇവര് വളരെ കുറച്ച്, ഏതാണ്ട് ഒരു കേരളത്തിൽ മൊത്തം 140 മണ്ഡലങ്ങളിലും കൂടെ ഏതാണ്ട് ഒരു 30,000-ന് താഴെ ആൾക്കാരെയാണ് ഇവർ ഈ അഭിമുഖം നടത്തിയിട്ട് ക്വസ്റ്റ്യനുകൾ കൊടുത്ത്, ചോദ്യങ്ങൾ കൊടുത്ത്, ഉത്തരമെടുത്ത് അതുവഴി ഒരു എക്സിറ്റ് പോൾ സർവേ നടത്തിയിരിക്കുന്നത്. ബാക്കി എത്രയോ ലക്ഷം വോട്ടർമാർ വേറെ ഉണ്ട്. അപ്പോൾ അതൊരു ജനറൽ ട്രെൻഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അതുകൊണ്ട് തന്നെ സംഖ്യയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും തന്നെ എനിക്ക് യുക്തിസഹമാണെന്ന് തോന്നുന്നില്ല. അതേസമയം ആർക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ആർക്ക് ആണ് ജനങ്ങളുടെ ഒരു ജനവികാരം ആർക്ക് അനുകൂലമാണ് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സിറ്റ് പോളുകളെ ആശ്രയിക്കാം. പിന്നെ ഈ നമ്പറിൻ്റെ കാര്യത്തിൽ, നമ്പർ ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്പർ പറയുമ്പോൾ എപ്പോഴും തെറ്റിപ്പോവും. അതിന് സാധ്യതയുണ്ട്. ഒരു 80 മുതൽ 90 വരെ സീറ്റുകൾ, അല്ലെങ്കിൽ 70 മുതൽ 80 വരെ സീറ്റുകൾ, ഇല്ലെങ്കിൽ 100-ന് മുകളിലേക്ക് സീറ്റുകൾ എന്നൊക്കെ നമുക്ക് സാധ്യത പറയാം. അത് പ്രോബബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ അവിടെ ഒരു കൃത്യം സംഖ്യ പറയുന്നത് ശരിയാകും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ചില വളരെ പരിണിതപ്രജ്ഞരായ ഒരുപാട് വർഷം ഈ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത്, ഇലക്ഷൻ റിസൾട്ട് റിപ്പോർട്ട് ചെയ്ത്
ഈ പൊളിറ്റിക്സ് വളരെ അടുത്ത് നിന്ന് കണ്ട് കാണുന്ന ആൾക്കാർ അതിനകത്ത് ആ വാർത്തകളുമായിട്ട് അങ്ങേയറ്റം താതാത്മ്യം പ്രാപിച്ച ചില മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ 1-2 പേരുടെ പേരുകളൊക്കെ പറയാം വേണമെങ്കിൽ. നമ്മുടെ പിന്നെ മനോരമയിലും മംഗളത്തിലും പിന്നെ ജന്മഭൂമിയിലും ഒക്കെ ജോലി ചെയ്ത രാമേന്ദ്രൻ സാറ് വളരെ ആഴത്തിൽ പൊളിറ്റിക്സ് പിന്നെ അടുത്തു നിന്ന് റിപ്പോർട്ട് ചെയ്ത ആളാണ്, പ്രത്യേകിച്ച് CPM പൊളിറ്റിക്സ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഒരാള് A. ഹരികുമാർ, അദ്ദേഹം ഹിന്ദുവിന്റെ ലേഖകനായിരുന്നു. പല വിദേശ പത്രങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ഒരുപാട് ദേശീയ മാധ്യമങ്ങളുമായിട്ട് അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ ശരിയാണെന്ന് അനുഭവത്തിൽ തന്നെ അച്ചായൻ വളരെ കൃത്യമായിട്ട് ഇത് പറയുന്ന ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. എങ്കിൽ പോലും പറയാനുള്ളത് അദ്ദേഹം വ്യക്തവും നിഷ്പക്ഷമായി പറയും, വാർത്തകളിൽ നിഷ്പക്ഷത പാലിക്കും. അങ്ങനെയുള്ള നിരവധി പേർ ഇപ്പോഴും പിന്നെ കേരളത്തിലുണ്ട്. ഈ ഇടതുപക്ഷത്തിന്റെ ആളാണെങ്കിൽ പോലും നിഷ്പക്ഷമായ അഭിപ്രായം പറയുന്ന, വലതുപക്ഷത്തിന്റെയോ BJP-യുടെ ആളാണെങ്കിൽ പോലും നിഷ്പക്ഷമായ അഭിപ്രായം പറയുന്ന, അതാണ് മാധ്യമപ്രവർത്തകരുടെ പണി. അത് തന്നെയാണ്. അത് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയം അവർക്ക് കൊണ്ടുനടക്കാം, പക്ഷെ അവരുടെ വാർത്തകളിൽ രാഷ്ട്രീയം കലർത്തരുത്. പക്ഷെ പലപ്പോഴും അത് ഇപ്പൊ എന്നെയും പ്രശാന്തിനെയും ഒക്കെ പോലെയുള്ളവർ ഞങ്ങളുടെ രാഷ്ട്രീയ അനുഭവത്തിന് അനുകൂലമായിട്ടല്ല ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടികൾ വസ്തുതകളാണ് പറയുന്നതെന്ന് ആ രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും അംഗീകരിക്കില്ല. ഞങ്ങളെയൊക്കെ സംഘടനാ വിരുദ്ധർ എന്ന് മുദ്ര കുത്താനാണ് ശ്രമിക്കുന്നത്. മാധ്യമ പ്രവർത്തനം എന്നത് അങ്ങനെയല്ല. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തവും കൃത്യമായി പറയുക എന്നുള്ളത്, അതിൽ നമ്മുടെ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഇത്തരം അഭിപ്രായങ്ങൾ. നമ്മുടെ വാർത്തകളോട് സത്യസന്ധതയും നീതിയും പുലർത്തുക, മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാതിരിക്കുക. ഇതാണ് ഒരു മാധ്യമ പ്രവർത്തകന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ എക്സിറ്റ് പോളുകളെ ആ അർത്ഥത്തിൽ ഒരു ട്രെൻഡ്, ജനറൽ ട്രെൻഡായിട്ട് എടുക്കാം. ഇപ്പോൾ ആസാമിൽ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അവിടെ ഈ എക്സിറ്റ് പോളുകൾ ഏതാണ്ട് 100 സീറ്റ് വരെ BJP പ്രവചിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സീറ്റുകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു ജനറൽ ട്രെൻഡ് BJP-ക്ക് അനുകൂലമാണ്. അവിടെ തുടർഭരണം. ബംഗാൾ അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ബംഗാളിലാണ് നമ്മൾ ഈ ആസാമും പുതുച്ചേരിയും വലിയ വ്യത്യാസമൊന്നുമില്ല. പുതുച്ചേരി BJP ഭരിക്കുന്നു, തുടർ ഭരണം ഉണ്ടാകും എന്നാണ് എക്സിറ്റ് പോളുകളും പറയുന്നത്. അതിനെ നമുക്ക് അങ്ങനെ തന്നെ ഒരു ജനറൽ ട്രെൻഡായിട്ട് എടുക്കാം. സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമേ നമുക്ക് ആ സീറ്റുകൾ വെച്ചുകൊണ്ടുള്ള ചർച്ച നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വെച്ചുകൊണ്ട് നടത്തുന്ന ചർച്ച വലിയ ഫെയിലുവർ ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഇനി ബംഗാളിലേക്ക് വരാം. ബംഗാളാണ് സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം വലിയ അട്ടിമറി ബംഗാളിൽ സംഭവിക്കും എന്ന് എല്ലാ സർവേകളും ഒരാൾ പോലും ഒരു സർവേ മറ്റുമാണ് എനിക്ക് തോന്നുന്നു മമതയ്ക്ക് ഒരു ചെറിയ BJP വളരെ ശക്തമായിട്ട് അവിടെ തന്നെ തൊട്ടു പിന്നാലെ ഞാൻ പറയുന്ന അവിടുത്തെ ലോക്കൽ മീഡിയകളെ ആശ്രയിക്കാതെ ഈ ദേശീയ മാധ്യമങ്ങളോടൊപ്പം ചേർന്ന് നടത്തിയ സർവേയാണ്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ എല്ലാവർക്കും തെറ്റിപ്പോയതാകാനും സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ ലോക്കൽ മീഡിയകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ ദേശീയ മാധ്യമങ്ങളുടെ സഹായത്തോടെ നടത്തിയിരിക്കുന്ന സർവേ ഏതാണ്ട്, അല്ലെങ്കിൽ ആ എക്സിറ്റ് പോൾ ഏതാണ്ട് ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം അവിടുത്തെ ലോക്കൽ മീഡിയ, ഈ ലോക്കൽ ചാനലുകൾ, അവിടുത്തെ പ്രാദേശിക പത്രങ്ങൾ ഒക്കെ ഒരു മമത ഇക്കുറി ഭരണത്തിൽ നിന്ന് ഇറങ്ങും, മമതയ്ക്ക് തിരിച്ചടിയാണ് എന്ന തരത്തിലാണ് അവരുടെ വിലയിരുത്തൽ. ആ വിലയിരുത്തലെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇത്രയോ വർഷങ്ങളായിട്ട് ഇലക്ഷനും ഇതുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ രാഷ്ട്രീയ ലേഖകരുടെ അനുഭവ സമ്പത്ത് നമുക്ക് ഉപകരിക്കും. മമതയുടെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അവിടെയും ഞാൻ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും തന്നെ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ജനറൽ ട്രെൻഡ് കാറ്റു മാറി വീശുന്നു, മമതയ്ക്ക് എതിരാണ്. ഏതാണ്ട് നമുക്ക് ആ തെരഞ്ഞെടുപ്പ് കാണുമ്പോഴും തെരഞ്ഞെടുപ്പ് ചിത്രം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഏതാണ്ട് ഒരു ബോധ്യം വരും. ബാക്കിയുള്ള സ്ഥലത്ത് എല്ലായിടത്തും SIR നടപ്പാക്കി, ആസാമിലില്ല. ആസാമിൽ SIR നടപ്പാക്കാൻ കഴിയില്ല, അതിന് അതിൻ്റെതായ സാങ്കേതിക നിയമ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലെല്ലാം SIR നടപ്പാക്കിയപ്പോൾ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു.
അത് തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ വോട്ടിംഗ് ശതമാനം മാത്രമല്ല ഇപ്രാവശ്യം പശ്ചിമ ബംഗാളിലെ സ്ഥിതി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അക്രമം മാത്രമായിരുന്നു. കുറെ കാലങ്ങളെ അവിടെ അക്രമം, മനുഷ്യന് റോഡിൽ എത്രയോ വർഷങ്ങളായിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് ദിവസം ബൂത്ത് പിടുത്തം, ബോംബേർ, പിന്നെ അതിന് യാതൊരു മര്യാദയും ഇല്ലാത്ത രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇലക്ഷൻ കഴിഞ്ഞാലും ഭരണമുണ്ടെങ്കിലും അവിടെ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൈശാചികമായ അക്രമം അതാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇക്കുറി ശക്തമായിട്ട് കേന്ദ്രസേന അവിടെ ഇറങ്ങുകയും സമാധാനപരമായിട്ട് വോട്ടെടുപ്പ് അവിടെ നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ടും അക്രമ സംഭവങ്ങൾ അരങ്ങേറി എന്നുള്ളതാണ്. ഏതാണ്ട് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന 142 മണ്ഡലങ്ങളിൽ 36 BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും വലിയ ഭയമായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഇത്തവണ അമിത്ഷായും കേന്ദ്രസേനയും അവിടെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നിർഭയമായി അവിടെയുള്ളവർ വോട്ട് ചെയ്തു. ജനങ്ങൾക്ക് നിർഭയമായിട്ടും അതുകൊണ്ടാണ് ഈ 92-93% വോട്ടിംഗ് പെർസെന്റേജ് കൂടിയത്. കാരണം അത് ശരിക്കും ഒരുപക്ഷേ ബിജെപിക്ക് ഗുണം ചെയ്യാം എന്നാണ് എന്റെയും കാൽക്കുലേഷൻ. അതെ, ജനങ്ങള് സത്യത്തിൽ മടുത്ത് അവര് ഒരു ഭരണമാറ്റം അങ്ങേയറ്റം ആഗ്രഹിച്ച് ഈ പിന്നെ വേനൽക്കാലത്ത് മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിനെ പോലെ ജനം ഇങ്ങനെ ഒരു മാറ്റം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴവർക്ക് നിർഭയമായി സത്യസന്ധമായിട്ട് പോയി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം. അത് മാത്രമല്ല, അമിത്ഷാ പ്രഖ്യാപിച്ചു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 60 ദിവസം ഈ കേന്ദ്രസേന അവിടെ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യും, ഒരു വ്യത്യാസവും വരുത്തില്ല അതിലെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു. അതുകൊണ്ടാണ് ജനങ്ങൾ കൂട്ടമായിട്ട് ഒഴുകിയെത്തി ബൂത്തിലെത്തി വോട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു നിസ്സാര കാര്യമല്ല. അത് ആർക്കോ എതിരെയുള്ള പ്രതിഷേധമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റൊന്ന്, ഈ സർവേകളെല്ലാം ബംഗാളിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും വിരലിലെണ്ണാവുന്ന സീറ്റുകളെങ്കിലും കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെയാണ്. വോട്ടെണ്ണുന്ന ദിവസമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഈ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് അവർ മത്സരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അവിടെ ജയിക്കാൻ സാധ്യത. എന്ത് സംഭവിച്ചാലും അത് അവർക്ക് കിട്ടുന്ന വോട്ട് ഷെയറിന്റെ ഉത്തരവാദിത്വം കേന്ദ്രസേനയ്ക്കും അമിത്ഷായ്ക്കും. അത് രണ്ടും അവിടെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഈ പതിവ് പോലെ കോൺഗ്രസും ഇടതുപക്ഷവും സമ്പൂജ്യരായി തുടർന്നേനെ. അങ്ങനെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. പിന്നെ തമിഴ്നാട്ടിലേക്ക് വന്നാൽ ഏതാണ്ട് 2 സർവേകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും DMKക്ക് അനുകൂലമായിട്ട് പറയുകയാണ്. DMK തുടർഭരണം DMKയുടേതാണ്, DMK കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. ഒരു സർവേ ADMK നേതൃത്വത്തിലുള്ള NDAക്ക് അനുകൂലമായിട്ട് പറയുന്നു. മറ്റൊരു കൂട്ടര് നമ്മുടെ വിജയിന് അനുകൂലമായിട്ട് പറയും. ഇനി മറ്റൊന്ന്, ഈ DMKയും ഇവർ തമ്മിലായിരുന്നു മത്സരമെങ്കിലും വിജയിന് അവിടെ നിർണായക റോൾ. എല്ലാ സർവേകളും വിജയിന് ഒരു 20-ന് മുകളിലേക്ക് സീറ്റുകൾ പറയുന്നുണ്ട്. അതൊരു ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ DMKക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാണോ എന്ന് സംശയമുണ്ട്. DMK വിചാരിക്കുന്നത് പോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. DMK ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയേക്കാം. DMKയുടെ മുന്നണി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയേക്കാം. പക്ഷെ കേവല ഭൂരിപക്ഷം തികയ്ക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അവിടെ ADMK BJP നേതൃത്വത്തിലുള്ള NDAയും ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം വിജയ് ഒരു 20-ന് മുകളിലേക്ക് സീറ്റ് പോയാൽ ഹങ് അസംബ്ലി തമിഴ്നാട്ടിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. അതിനെ തള്ളിക്കളയാൻ കഴിയില്ല, എഴുതിത്തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു തൂക്ക് സഭ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പരിണിതപ്രജ്ഞരായ മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. ഇതാണ് നമ്മളിപ്പോൾ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഈ എക്സിറ്റ് പോൾ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. നമുക്ക് ഒരിക്കലും എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി ഇത്ര സീറ്റുകൾ നേടി അധികാരത്തിലെത്തും, അല്ലെങ്കിൽ ഇത്ര സീറ്റുകൾ മാത്രം നേടി അവർ പ്രതിപക്ഷത്തിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പകരം അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് ചില സൂചനകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സൂചനകളെ നമുക്ക് വിശകലനം ചെയ്യാം. ആ സൂചനകളിൽ നിന്ന് നമുക്ക് സാധ്യതകളിലേക്ക് പോകാം. ആ സാധ്യതകളാണ് നമ്മളിവിടെ പങ്കുവച്ചത്.